ഉച്ചക്ക് ചോറിൻ്റെ കൂടെ ഇലക്കറി കഴിക്കണം എന്നൊരാഗ്രഹം വന്നപ്പോൾ നേരെ പറമ്പിലോട്ടിട്ട് നല്ല മത്തൻ്റെ ഇല ഇരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് നല്ല വെള്ളത്തിലിട്ടത് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് അതിലേക്കൊരു 2 ചെറിയ ഉള്ളി, അതേപോലെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളിയുടെ ഒരു 4 അല്ലി അതും കൂടെ അരിഞ്ഞിട്ടിട്ട് നല്ല ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, ചീരുള്ളി ഇവ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല കേട്ടോ, ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ. പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് ഒരു സാധനം ആവശ്യമില്ല. പിന്നെ നേരെ കഴുകി വെച്ച മത്തൻ്റെ ഇല അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു കുറച്ച് നേരം ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ മത്തൻ കറി റെഡിയാവും, ഇലക്കറി. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് കാബേജ് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങി. കാബേജ് തോരൻ കടുകൊക്കെ പൊട്ടിച്ച് കാബേജ്, ഒരു പച്ചമുളക് കീറിയിട്ട് കാബേജ് അരിഞ്ഞ്, പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയിട്ട് തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സവോള വാട്ടിയൊരു സംഭവം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് വരും. അങ്ങനെ അത് ഇളക്കി കൊടുത്ത് അങ്ങനെ ക്യാബേജ് തോരനും റെഡിയായി. അങ്ങനെ നമ്മൾ ചോറ് വിളമ്പാൻ പോകുന്ന ഒരു പ്ലേറ്റ് എടുത്ത് ചോറ് വിളമ്പി ഇതിലേക്ക് മത്തൻ്റെ ഇലയും പിന്നെ ക്യാബേജ് തോരനും ഇട്ടെടുത്ത് ഒരു 2 ചിക്കൻ പീസ് പൊരിച്ചത്, പിന്നെ കുറച്ച് കറി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാർ, ഇതെല്ലാം ഇട്ടിട്ടുണ്ടല്ലോ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ കിട്ടുന്നൊരു സുഖമുണ്ട്. അതാണ്